ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയുടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ആൾട്ടോ k10 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈനറൊക്കെ ഇളകി കിടക്കുകയാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ സൗണ്ടായിട്ട് വന്നിട്ട് നമ്മൾ ബ്രേക്ക് ബാക്ക് അഴിച്ചു നോക്കിയ സമയത്ത് ബാക്കിലെ റൈറ്റ് സൈഡിലെ വീലിൻ്റെ ലൈനറൊക്കെ ഇളകി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈനർ മാറേണ്ടതായിട്ടുണ്ട്, അതോടൊപ്പം അതിൻ്റെ വീൽ സിലിണ്ടറും മാറേണ്ടത്, കാരണം വീൽ സിലിണ്ടറിന് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മാറുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ബാക്കിലെ ഹബ്ബെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്കിവിടെ ലീക്ക് കാണാം. അപ്പോൾ നമുക്ക് വീൽ സിലിണ്ടർ മാറ്റേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലൈനർ ഈ സൈഡിൽ ഇളകി മാറിക്കിടക്കുകയാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഈ ലൈനർ ഇളകി മാറിക്കിടക്കുക. അപ്പോൾ ഈ ലൈനർ ഒന്നീ വെള്ളം കയറിയിട്ടാവാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നനഞ്ഞിട്ടാവാം ഈ ലൈനർ ഇളകിപ്പോയത്. കാരണം ഇതിൽ നിന്നുള്ള അതിൻ്റെ ഗമ്മ് ഇളകിയിട്ട് ലൈനർ ഇളകി കിടക്കണം. അപ്പോൾ നമുക്ക് ലൈനർ മാറണം, അതുപോലെ തന്നെ വീൽ സിലിണ്ടർ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനർ അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു മൈനസ് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് മൈനസ് കൊണ്ട് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ലോക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് സൈഡിൽ ലോക്ക് ഊരിയെടുക്കാം. ഇതും അതുപോലെ തന്നെ പ്രസ് ചെയ്യുക. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇത് വന്ന് ലോക്കായി നിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, അത് ബാക്കിൽ കൂടെ കയറ്റിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, ഇത് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ലൈനർ ഈ ഭാഗത്തു നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രിങ് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. സ്പ്രിങ് വരുന്നത് ഈ സ്പ്രിങ്ങാണ്, ഈ കനം കുറഞ്ഞ സ്പ്രിങ്ങാണ് താഴെ വരുന്നത്. നീളം കൂടിയ സ്പ്രിങ്ങും കനം കൂടിയ സ്പ്രിങ്ങും ഇതിൻ്റെ മുകളിലുമാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് വലിച്ച് ഈ ഹാൻഡ് ബ്രേക്കിലെ കേബിളിൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും സിമ്പിളായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ് ഊരിയെടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സ്പ്രിങ്ങാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. വലിയ സ്പ്രിങ് മുകളിലും ചെറിയ സ്പ്രിങ് താഴെയാണ് വരുന്നത്. ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്, ഇത് അറ്റാച്ചായിട്ട് നിൽക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയാണിത് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലൊരു സ്പ്രിങ് വേണ്ടി ഇതൊക്കെ നമുക്ക് പെട്രോളിൽ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഓയിൽ ഒഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ജാമായിട്ട് ഇരിക്കുക ഓട്ടോ ഇതൊക്കെ ജാമായിട്ട്, ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ലൈനർ അഡ്ജസ്റ്റർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ജാമായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഓയിൽ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഓയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഈ സ്പ്രിങ്ങിൽ വലിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാം. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക, ഓയിൽ ചെയ്യുക. നല്ല ഫ്രീ ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ആകത്തുള്ളൂ. ഇതിലൊരു വെട്ട് വരുന്നുണ്ട്, ഈ വെട്ടാണ് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ്. ഇത് മാക്സിമം പുറകിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് പുതിയ ലൈനർ ആകുമ്പോൾ ഏകദേശം ഒരു ശകലം കൂടെ ഫ്രണ്ടിലോട്ട് വരും. ലൈനർ തീരുന്നതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ആയ വീൽ സിലിണ്ടർ മാറ്റുക. വീൽ സിലിണ്ടർ മാറ്റാനായിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ 10-ൻ്റെ 2 ബോൾട്ട് വരുന്നു. ഈ 2-ൻ്റെ 10-ൻ്റെ ബോൾട്ട് അഴിക്കുക, ഈ സെൻറ്റർ ബോൾട്ട് പൈപ്പിൻ്റെ അഴിക്കുക, 10-ൻ്റെ കറക്റ്റ് ടൂൾ വെച്ച് തന്നെ അഴിക്കുക, പൈപ്പ് അഴിക്കുന്ന ടൂൾ വെച്ച് തന്നെ അഴിക്കുക. ഇത് അഴിച്ചെടുത്ത് മാറ്റിയിട്ട് പുതിയ സിലിണ്ടർ നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പുതിയ ലൈനർ നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വീൽ സിലിണ്ടർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഹാൻഡ് ബ്രേക്ക്, ഇത് പുതിയ ലൈനറാണ്, അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ കയറ്റിയിടുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക.
ലോക്കിൽ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് ഓയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രീ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറ്റി വെക്കുക. ഇതാണ് അതിൻ്റെ ഏറ്റവും കുറച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഇങ്ങോട്ട് വരുന്നതോറും അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ലൈനർ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കപ്പെടും. അപ്പോൾ നമ്മൾ ഏറ്റവും കുറച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇടുക. ഓക്കെ, ഇതിപ്പോൾ ഏറ്റവും കുറച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്പ്രിങ്, ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്, സെൻറ്ററിലൊരു സ്പ്രിങ് വരുന്നുണ്ട്. ഈ വണ്ണം കൂടിയ സ്പ്രിങ്ങാണ് മുകളിൽ വരുന്നത്. ഓക്കെ, ഈ സ്പ്രിങ് ഇതിൻ്റെ സൈഡിൽ വരുന്ന സ്പ്രിങ്ങാണ്, ഈ ഭാഗത്ത് വരുന്ന സ്പ്രിങ്ങാണ്. അപ്പോൾ അത് ജസ്റ്റ് കൊരുത്തിയിടുക. കൊരുത്തിയിട്ടതിന് ശേഷം ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ അറ്റാച്ചായിട്ട് നിൽക്കും. അപ്പോൾ തള്ളലുള്ള ഭാഗം വെളിയിലോട്ടാണ് വരുന്നത്. അതായത് ഹാൻഡ് ബ്രേക്കിൽ വന്ന് ടച്ച് ആവുന്നത് ഈ ഭാഗമായിരിക്കും, ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറിൽ വന്ന് ടച്ച് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇത് ഈ ഹോളിൽ കയറ്റിവിടുക. ജസ്റ്റ് ഇങ്ങനെ കൊരുത്തിയിടുക. അതിന് ശേഷം നീളമുള്ള സ്പ്രിങ് ജസ്റ്റ് കടത്തി വെക്കുക. ഇത് ഈ സൈഡിൽ വരുന്ന പുതിയ ലൈനറാണ്. ഇത് നമ്മൾ കയറ്റിയിട്ടതിന് ശേഷം ഇവിടെ നിന്ന് ജസ്റ്റ് വിടിയിക്കുക. ഇങ്ങനെ ജസ്റ്റ് വിടിയിക്കുക. വിടിയിച്ചതിന് ശേഷം സ്പ്രിങ് നമ്മൾ കയറ്റിയിട്ടു. ഈ സ്പ്രിങ് നമ്മൾ കയറ്റിയിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഇപ്പോൾ ലൈനർ സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ പിസ്റ്റൻ്റെ വെട്ട് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, രണ്ട് സൈഡും കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം ഇത് ജസ്റ്റ് അവിടെ നിന്നോട്ടെ. ഇനി നമുക്കിതിൻ്റെ ലോക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈനർ കറക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ആ ലോക്കിൽ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. ജസ്റ്റ് മൈനസ് കൊണ്ട് പ്രസ് ചെയ്യുക, തിരിച്ചിട്ട് കറക്റ്റായിട്ട് നോക്കുക ഈ വെട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കറക്റ്റ് കയറി വീണിട്ടുണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലെ താഴെ വരുന്ന സ്പ്രിങ് സെറ്റ് ചെയ്യാം. താഴെ വരുന്ന സ്പ്രിങ് സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം ജസ്റ്റ് ഒരു മൈനസ് കൊണ്ട് ജസ്റ്റ് തള്ളിയിടുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ലോക്ക് ഇടാം. ലോക്ക് ഇടാനായിട്ട് അതേപോലെ തന്നെ പ്രസ് ചെയ്യുക. തിരിക്കുക. അതുപോലെ തന്നെ ഈ സ്പ്രിങ് കറക്റ്റ് കയറി വീണിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ സ്പ്രിങ് കറക്റ്റ് കയറി വീണിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇവിടെയും കറക്റ്റ് കയറി വീണിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയാണ് ലൈനർ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ആദ്യം നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ സെറ്റ് ചെയ്തു, പിന്നെ ഈ സ്പ്രിങ് ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ മെയിൻ സ്പ്രിങ് ഇട്ടു. മെയിൻ സ്പ്രിങ് ഇട്ടിട്ട് ഇതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം വലിച്ച് ഇട്ട്, അതായത് ചരിച്ച് വെച്ചിട്ട് അകത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ സ്പ്രിങ് വീടും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈനർ സെറ്റ് ചെയ്തു, ഇതൊന്നും വിടാണ്ട് ഈ ലൈനർ സെറ്റ് ചെയ്തു, ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ സെറ്റ് ചെയ്തിട്ട് ഈ ലൈനർ സെറ്റ് ചെയ്തിട്ട് പിന്നെ സ്പ്രിങ് ഇടാനായിട്ട് നമ്മൾ മൈനസൊക്കെ വെച്ചിട്ട് കുത്തി വലിച്ച് ഇടേണ്ടതായിട്ട് വരും. ഇതിനകത്ത് ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കറക്റ്റ് സിമ്പിളായിട്ട് തന്നെ ലൈനർ നമുക്ക് കയറ്റിയിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈനർ സിമ്പിളായിട്ട് കറക്റ്റ് കയറ്റിയിടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലോക്കൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കും. ലോക്ക് കറക്റ്റ് കയറി വീണിട്ടുണ്ടോ, അതുപോലെ തന്നെ സ്പ്രിങ് കറക്റ്റ് കയറി വീണിട്ടുണ്ടോ, ഈ സ്പ്രിങ് കറക്റ്റ് കയറി വീണിട്ടുണ്ടോ, ഈ സ്പ്രിങ് കറക്റ്റായിട്ടാണോ കയറി വീണേക്കുന്നത്, അതുപോലെ താഴെ തന്നെ കറക്റ്റ് കയറി വീണിട്ടുണ്ടോ, അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ലോക്ക് കറക്റ്റായിട്ട് ഇവിടെ വന്ന് കറക്റ്റായിട്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണോ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചാടിപ്പോകാനുള്ള അവസ്ഥകൾ വരും. കറക്റ്റായിട്ട് ഈ വെട്ടാണ് ഇതിൽ കറക്റ്റ് ലോക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈനർ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രം കയറ്റിയിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് തിക്കി കഴിഞ്ഞാൽ ബ്രേക്ക് കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ തള്ളി കയറ്റിയിട്ടപ്പോൾ ബ്രേക്ക് ഫ്രണ്ടിലോട്ട് കയറി വന്നതാണ്. ഇപ്പോൾ ലൈനർ ബ്രേക്ക് കുറഞ്ഞു. അപ്പോൾ ഡ്രമ്മിനനുസരിച്ച് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തിക്കി കഴിഞ്ഞാൽ ലൈനർ എക്സ്പാൻഡ് ചെയ്യും. ഈ ഭാഗം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ലൈനർ അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ബ്രേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇവിടെ തിക്കി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഡ്രം ഇട്ടിട്ട് നല്ല ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ശകലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതായത് ഇങ്ങോട്ട് തിക്കി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ലൈനർ എക്സ്പാൻഡ് ചെയ്യും. ഇതിനെ ജസ്റ്റ് തട്ടി അകത്ത് കയറ്റി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് തട്ടിക്കഴിഞ്ഞാൽ അകത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എത്രയാണോ വേണ്ടത് നമ്മൾ ഡ്രം ഇടുക. ഡ്രം ഇട്ടിട്ട് ചെറിയൊരു ലൂസ് വേണം, ഫുള്ളായിട്ട് ടൈറ്റ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഒത്തിരി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് തിക്കി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഇങ്ങോട്ട് തിക്കി കഴിഞ്ഞാൽ ലൈനർ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഡ്രം ടൈറ്റായി വരും. അപ്പോൾ ഡ്രം ഫ്രീ ആയിരിക്കണം, അതുപോലെ തന്നെ ടൈറ്റ് ആവാനും പാടില്ല. ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക് ലൈനർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് ആൾട്ടോ K10 ആണ്. ആൾട്ടോ K10ൻ്റെ ലൈനർ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഈ സ്പ്രിങ് നമ്മൾ ലൈനർ ആദ്യം സെറ്റ് ചെയ്തിട്ട് സ്പ്രിങ് കുത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ആൾട്ടോ K10ൻ്റെ ലൈനർ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ കണ്ടതാണ് ലൈനർ ഇളകിപ്പോയി. ഇതിൽ നിന്ന് ഇളകിപ്പോയതാണ് ലൈനർ. അങ്ങനെ സൗണ്ട് വന്നിട്ടാണ് നമ്മളിപ്പോൾ അഴിച്ചു നോക്കിയപ്പോൾ ലൈനർ ഇളകി കിടക്കുന്നത് കണ്ടത്. ഈ ഒരു ഒറ്റ ഗാഡിയിൽ ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഡ്രം ഇട്ടിട്ട് ഫ്രീ കറക്റ്റായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗാഡിയിൽ കറക്റ്റായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രം ഇട്ട് നോക്കാം. ഡ്രം ഇടുമ്പോൾ ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. ഓക്കെ, കാരണം ഇതിൽ കൂടുതൽ ടൈറ്റ് ആവാൻ പാടില്ല. ഒത്തിരി ലൈനർ നമ്മൾ കയറ്റിയിടാൻ പാടില്ല. കാരണം ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഡ്രം ബ്രേക്ക് പിടിച്ചെടുക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫ്രീ എപ്പോഴും ഡ്രമ്മിന് ഇട്ടേക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിനുള്ളിൽ ടൈറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് സെൻറ്ററിനായിട്ട് ടൈറ്റ് ചെയ്യുക, ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ നമ്മൾ മനസ്സിലാക്കിയത് ആൾട്ടോ K10 ലൈനർ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.